ഓടിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബം ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഈ റിവ്യൂ പറഞ്ഞിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഇയാള് മീൻ കച്ചവടമാണ്. ഇയാളെ പോലെ എന്നെ പോലെ പണിയെടുത്ത് തിന്നുന്നതാണ് അണ്ണ. അല്ല എല്ലാവരും അണ്ണനോടല്ല, അണ്ണനായാലും പണിയെടുക്കണ അത്യാവശ്യം അമ്മ ഗവേഷണം ചെയ്ത് രാത്രി അല്ല ആക്കിയതല്ല അണ്ണന്റെ ഗവേഷണം ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ അണ്ണന്റെ ഫോളോവേഴ്സ് അണ്ണൻ ഡോക്ടറാണ്. എനിക്ക് ഭയങ്കര ചുമയുണ്ട്. എന്റെ ഒന്ന് പരിശോധിക്കുക. എന്തിന്റെ അപ്പൊ പിന്നെ അങ്ങനെ അല്ല, നിങ്ങൾ പറയണത് ഇവിടെ ഈ പണിക്ക് പോകാത്ത ആരെങ്കിലും വരുന്നുണ്ടോ ഈ വെള്ളിയാഴ്ച? ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇപ്പൊ നമ്മ പേര് പറയുന്നില്ലടോ. പേര് പറഞ്ഞാൽ പലർക്കും സങ്കടവും. അതുകൊണ്ട് പേര് പറയുന്നില്ല. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ. നമ്മളിപ്പോ ഓട്ടോറിക്ഷ ഓടിച്ച് ചേട്ടൻ മീൻ വിറ്റാണ്. ചേട്ടൻ മീൻ വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞങ്ങളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പണിക്ക് പോകാണ്ട് ഇവിടെ ഒന്ന് കൊണയടിക്കുന്നവന്മാരുണ്ട്. എനിക്കറിയാൻ പാടില്ല അതിനെ കുറിച്ചൊന്നും. അവരോട് എനിക്ക് പറയാനുള്ള പണിക്ക് പോകും. അണ്ണൻ ഡോക്ടർ പഠിച്ചാണെന്ന് പറഞ്ഞു ചെയ്തോണ്ടിരിക്കുന്നത്. അണ്ണൻ ഇത്രയും പ്രായമായിട്ടും ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്നത്. ഡോക്ടർ ആയിട്ടില്ല. പണിയല്ല അണ്ണ, കാര്യങ്ങൾ തുറന്നു പറയാൻ. അണ്ണനോട് എനിക്കൊന്നേ പറയാനുള്ളു. രാത്രി ആവുമ്പോ ഈ കൊണാടി നിർത്തി അത്രേ ഉള്ളു, വേറൊന്നല്ല. അണ്ണന് എന്തെങ്കിലും പറയണെങ്കിൽ അത് പകല് ഇവിടെയോട് പറ. അത് എല്ലാം കഴിഞ്ഞ് രാത്രി എന്നിട്ട് അണ്ണൻ ഈ മറ്റുള്ളവരോട് പറ്റി പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരുപാട് ഹേട്ടാവുന്നുണ്ട്. അത് അണ്ണൻ നിർത്തണം. അണ്ണൻ അത് നിർത്തിയാൽ കൊള്ളാം. ഒരുപാട് ഒരു കാര്യം നമ്മുടെ അലഞ്ചോസിനെ പറ്റി പറഞ്ഞത് ഭയങ്കര ഒരു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അലഞ്ചോസ് ആയതുകൊണ്ട് അവനൊരു പൊട്ടനായതുകൊണ്ട് അവൻ വിട്ടുകളഞ്ഞു. പക്ഷെ ആ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ പൊന്നു മോനെ എന്നെ കുറിച്ചാണ് അണ്ണൻ പറഞ്ഞെങ്കിൽ അണ്ണൻ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അണ്ണൻ ഉണ്ടാവൂല. ഇത് ഭീഷണിയല്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മള് ഒരു പേഴ്സണൽ ഒരാളെ പറ്റി പറയാണ്ടിരിക്കുക. അവരുടെ ഫാമിലിയെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. വിഷ്ണു എന്നെ കൊണ്ടുവരുന്നുണ്ട്. അതെ, ഞാൻ കൊണ്ടുപോകും. എന്റെ വണ്ടി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ട്. ഈ 3-4 പരിപാടിക്ക് എന്നെ കൊണ്ടുപോയത് പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോയത്. കാരണം നമ്മളും അതുപോലെ തന്നെ പ്രോഗ്രാം കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അല്ല, ഈ അണ്ണന് ഡോക്ടറേറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അണ്ണൻ ഈ അങ്ങനെ അണ്ണൻ ഓൾറെഡി വെൽ സെറ്റിൽഡ് ആണ്. അല്ല അങ്ങനെയല്ല, അത് എന്തായാലും ആയിക്കോട്ടെ. അണ്ണൻ ഓൾറെഡി സെറ്റിൽഡ് ആണ്. ഞാൻ അണ്ണന്റെ കാര്യമല്ല പറഞ്ഞ, വേറെ പണിയെടുക്കാത്ത കുറെ വിളിക്കുന്ന ഒരാളോട് കുറച്ച് പേരോട് പറയാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആര് തെറി വിളിക്കാം. ഈ അണ്ണന്റെ പേരിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് അതല്ല, ഈ അണ്ണൻ ഈ രാത്രി വന്നിട്ട് ഈ പേരേറിനെ തെറി വിളിച്ചത് അതിനെന്താ പറയണം? അത് ഞാൻ പറഞ്ഞില്ലേ, അത് മോശമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, ഞാനൊക്കെ ഒരാളോട് ഒരു കാര്യം പറയും അത് മുഖത്ത് നോക്കി പറയും. അല്ലാണ്ട് രാത്രി പോയിട്ട് എനിക്ക് അവളെ കണ്ടപ്പോ ക്രഷാണ്, അവളെ അങ്ങനെയാണ്, ആ പരിപാടി ഒന്നും നമ്മക്കില്ല. എന്റെ പൊന്നു മോനെ, നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാറുമില്ല. പിന്നെ അണ്ണൻ പറഞ്ഞ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേരടാ ഇങ്ങനെ ഫാമിലിയെ കുറിച്ച് ഒരു ദിവസം രാത്രി പറഞ്ഞു. അതൊരിക്കൽ അണ്ണ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയരുത് അണ്ണ, അങ്ങനെ പറയരുത്. അത് മോശമാണ്. കാര്യം അവൻ പ്രതികരിക്കില്ല. പക്ഷെ വേറൊരു കാര്യം അണ്ണൻ മനസ്സിലാക്കി. അണ്ണനൊരു കാര്യം മനസ്സിലാക്കണം. അല്ല, അത് അങ്ങനെ അത് മീഡിയസിലോട്ടാണ് പറയേണ്ടത്. അവന്റെ അമ്മയോട് ഞാൻ ഓക്കെ, അങ്ങനെ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരും പറയൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാ, അണ്ണൻ ഇപ്പൊ പറഞ്ഞത് തെറ്റാണ്. അത് മോശമാണ്. പുള്ളി എന്നെ വിളിച്ച് ഒരുപാട് കരഞ്ഞു അണ്ണൻ ഇങ്ങനെ പറഞ്ഞെന്നും പറയും. പക്ഷെ വേറൊരു അമ്മേനെ പറഞ്ഞോണ്ടാട്ടോ അണ്ണ, വേറെ ഞങ്ങൾ കൊച്ചിക്കാർ എന്ത് സഹിക്കും അമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാനല്ല പറഞ്ഞതാ, അവനല്ലേ പറഞ്ഞതാ. അവൻ പറയാണ് അവന്റെ ഫാദർ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, അവന്റെ മദറിന് അവീതമുണ്ട്. നിങ്ങൾക്ക് അവനെ പറയുന്ന അവന്റെ മദറായിട്ട് എനിക്ക് കസ്റ്റഡി ചെയ്യാൻ പറയണം. ഇതെല്ലാം അവൻ പറഞ്ഞ കാര്യമല്ലേ? അത് അവൻ അണ്ണനോട് മീഡിയയിൽ പറയാൻ പറഞ്ഞു. അവന് അത് പിന്നെ വൈറലായിട്ട് പറഞ്ഞതല്ലേ? ഫോൺ ഹാക്കാനുള്ള കാര്യം പറ. അവന്റെ ഫോൺ ഹാക്കാണ്.
ഹാക്കിങ് നമുക്ക് ഇത് എന്നോട് പറഞ്ഞാണ് അവന്റെ അമ്മയോട് പറയാനാ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര മോശമായി പോയി. കാര്യം വേറെ എന്തായാലും കുഴപ്പമില്ല. പെറ്റ തള്ളനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. അവനൊരു പൊട്ടനായോണ്ടാ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് മനസ്സിലാക്കണം. മകൻ അങ്ങനെ പറയും. വേറൊരു മുഖം കൂടി ഉണ്ട്. ഏതെങ്കിലും മകൻ അങ്ങനെ പറയും. പറയുന്നത് കേൾക്കാം. ഏതെങ്കിലും മകൻ അങ്ങനെ പറയും. സ്വന്തം അമ്മയോട് വേറെ പ്രശ്നമാണ്. അവനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവനങ്ങനെ ആ കള്ളം പറയാം. എത്ര കള്ളം പറയുന്ന കള്ളപിടിക്ക് പോയ കാര്യം ഞാൻ പോയിട്ടുണ്ട്. എല്ലാം ഉള്ള കാര്യമാണ്. അണ്ണനെ പൈസ മേടിച്ച് പോയി അണ്ണൻ പറഞ്ഞു. ആ എന്തിനു വാങ്ങിച്ചു പോയി. ഞാൻ പറഞ്ഞ സത്യങ്ങളാണ്. ഒരിക്കലും അത് അങ്ങനെ പറയാൻ പാടില്ല. സ്വന്തം അയാൾ എന്നോട് പറയാൻ അയാൾ പറഞ്ഞില്ലെന്നാ പറഞ്ഞ എന്നോട്.